ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ല, ഞാനിത് വെറുതെ പറഞ്ഞല്ല. ഈ കുരുവട്ടൂരികളുടെ സ്വഭാവം നേരം വെളുത്താ ചട്ടിയും പാത്രം കുടിക്കും കൈക്കോട്ടും പിക്കാസും ചിരട്ടും നൂലും പന്തലും സെറ്റും സൗണ്ടൊക്കെ ആയിട്ട് ഇതുപോലെ 2 വണ്ടികളുണ്ട്. ഇതിപ്പോൾ ഒരു വണ്ടിയേ ഉള്ളൂ, ഒരു വണ്ടിയും കൂടി ഇതിൻ്റെ ബാക്കിലുണ്ടാവും. ഇതും കൊണ്ട് ഇങ്ങനെ ഓരോ കവറുകളിലേക്ക് പോവാം. എന്നിട്ട് അവിടുന്ന് കുഞ്ചുത്തി ഫൈസലും മേമൊക്കെയാണ് എൻ്റെ ആൾക്കാർ. അത് കുഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ 3 വന്ന് ആർപ്പും പൊടി ഉണ്ടാക്കുക. രാത്രി പരിപാടി കഴിഞ്ഞാൽ ഒരു നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് അത് മുഴുവൻ കെട്ടി വെച്ചാണ് കൊണ്ടുപോകാം. പിന്നെ പിറ്റേന്ന് നേരം വെളുത്ത ഇതേ അവസ്ഥ. ഇതന്നെ വരെ പരിപാടി. എന്നിട്ട് എന്താ ഒരു ഫായ്ദ ഉണ്ടാവില്ല. അതാ നമ്മൾ പറഞ്ഞത്. ഈ വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടി മാത്രം കൊണ്ട് പോകുക എന്നല്ലാതെ ഒരു ഫായ്ദ കൊണ്ട് ഉണ്ടാവില്ല. ഞാനത് ഇന്ന് കുറേ മുമ്പേ പറഞ്ഞ വിഷയമാണ്. കാരണം നമ്മുടെ നാട്ടിൽ 2 പ്രാവശ്യം വരെ വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം വന്നിട്ട് ആദ്യം വരുമ്പോൾ ആരും ഇല്ലാന്ന് വെക്കുക. എന്നിട്ട് പേര് പറഞ്ഞാൽ അവിടുന്ന് കുറേ ഒച്ചമുടിയൊക്കെ ഉണ്ടാക്കി പോയി. എന്നാൽ 2ാമത്തെ പ്രാവശ്യം വരുമ്പം അത് ആർപ്പായി ഇങ്ങനെ കെട്ടുമ്പം അതിൻ്റെ ആ നൂലൊന്ന് വലിച്ചെടുക്കാൻ ഒരു കുട്ടീനോട് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ആ കോല് കുത്താൻ വേണ്ടിയിട്ട് കുയ്യെത്തുന്ന സമയത്ത് ആ മണ്ണൊന്ന് വാരിയിടാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ട കൊണ്ടു കൊടുക്കാൻ ഒരു കുട്ടീനോടൊന്നും കിട്ടിയിട്ടില്ല. ഇതന്നെ എല്ലായിടത്തെ അവസ്ഥ. ഇവരിന്ന് നേരം പോലത്തെ ചട്ടി മാത്രം കുടിക്കും കൈക്കോട്ടും പിക്കാസും ചരറ്റും നൂലും പാത്രം മന്തി അതുകൊണ്ട് എല്ലാ കുടച്ചക്രവും കൊണ്ടാണ് ഇങ്ങനെ പായുക. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ നമ്മൾ പറയണ്ടല്ലോ, ആ ക്ലോസറ്റിൽ ലെവലായിട്ട് നിൽക്കും. ഈ കുരുവട്ടൂരികൾ തന്നെ ക്ലോസറ്റും പൊട്ടി ലീക്കായി ഇങ്ങനെ പോവുക. കാരണം ക്ലോസറ്റ് കൂടെ അല്ല അത് മുഴുവൻ വരണേ. 2-3 കോളാമ്പിയാളെ ആ ക്ലോസറ്റിൽ നിന്നാണല്ലോ തെറികളും പരിഹാസങ്ങളും ഇതല്ലേ. പിന്നെ എങ്ങനെയാ അതിൽ ആൾ കൂടുക?